ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. നാടക പ്രവർത്തകൻ ശശിധരൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ പഞ്ചായത്തിലെ നാടക മത്സരത്തിൽ പങ്കെടുത്ത് ബ്ലോക്കിൽ 1ാം സ്ഥാനം നേടി, ജില്ലയിൽ 1ാം സ്ഥാനം നേടി, സ്റ്റേറ്റിൽ 1ാം സ്ഥാനം നേടിയ ചേർപ്പ് ബ്ലോക്കിന്റെ വല്ലച്ചിറ പഞ്ചായത്തിന്റെ തൃശ്ശൂർ ജില്ലയുടെ സംവിധായകനാണ് ഞാൻ. അപ്പോൾ ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വളരെ ശക്തി കുറഞ്ഞു പോയി എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പലപ്പോഴും ജഡ്ജിയായിട്ട് പലയിടത്തും ചെല്ലുമ്പോൾ, കണ്ണൂരാണെങ്കിലും കാസർഗോഡാണെങ്കിലും ചെല്ലുമ്പോൾ അതിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. എനിക്കതിൻ്റെ കാരണം തോന്നുന്നു, നമ്മുടെ കേരളത്തിൽ അനവധി പരിപാടികൾ നിർബാധങ്ങൾ നടക്കുന്നതിൻ്റെ പേരിലാണ്. ഫണ്ടിലായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ഫണ്ട് മാറ്റിവെക്കാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കലാപരിപാടികൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഞങ്ങളിപ്പോൾ കണ്ണൂരും കാസർഗോഡും കോഴിക്കോടൊക്കെ പോകുമ്പോൾ പല ബ്ലോക്ക് പഞ്ചായത്തുകളും ഒരുപാട് കലാപരിപാടികൾ നടത്തുന്നുണ്ട്. അത് ഒന്നുകിൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചുണ്ടാക്കുന്ന സംഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതൊരു തനത് ഫണ്ട് കണ്ടെത്തി, അല്ലെങ്കിൽ അതിൻ്റെ നിയമ സാധ്യതകൾ എനിക്കറിയില്ല. ഫണ്ട് കണ്ടെത്തി നാട്ടിലെ അല്ലെങ്കിൽ ബ്ലോക്കിന്റെ അധീനതയിൽപ്പെടുന്ന അല്ലെങ്കിൽ അതിർത്തികളിൽപ്പെടുന്ന ആളുകൾക്ക് ഇതിന് ഈ കലാസഭയിലേക്ക് വേണ്ടുന്ന പണം സംഭരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തുകളുടെ എല്ലാ മത്സരങ്ങളും കഴിഞ്ഞ് അത് ബ്ലോക്ക് തലത്തിലുള്ള മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം സാംസ്കാരികമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനമാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ കലാഭിരുചികളും കായിക അഭിരുചികളും എന്ന് പറയുന്നത് മികച്ച സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആ മേഖലയിൽ നന്നായി ഇടപെടുന്നു. സാംസ്കാരിക വകുപ്പും അതിനോടനുബന്ധിച്ചുള്ള വകുപ്പുകളൊക്കെ കലാ സാംസ്കാരിക സ്ഥാപനങ്ങൾ, സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഈ മേഖലയിൽ നന്നായി ഇടപെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ഏഷ്യയിൽ തന്നെ മികച്ച ഒരു കലാപ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് നന്നായി സംഘടിപ്പിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ്, അവണിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെറി ജോസഫ്, ഹസീന അക്ബർ, അംഗങ്ങളായ ടി കെ ഗീത, എൻ ടി സജീവൻ, ഷീല ഹരിദാസ്, അനിത മണി, സെക്രട്ടറി അബ്ദുൽ ജലാൽ എന്നിവർ സംസാരിച്ചു. കായിക മത്സരങ്ങൾ 13, 14, 15 തീയതികളിലാണ് നടക്കുന്നത്. കലാമത്സരങ്ങൾക്ക് 14 രാവിലെ 9 തുടക്കമാകും.